എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ഭീഷ്മരുടെ ജനനവുമായി ബന്ധപ്പെട്ട കഥയാണ് പറഞ്ഞത്. ഭീഷ്മർ ആവുന്നതിന് മുമ്പ് ദേവവ്രതൻ എന്നായിരുന്നു പേര്. പിന്നെ ഗംഗ സമ്മാനിച്ച മകനായതുകൊണ്ട് ഗംഗാദത്തൻ എന്നും പേരുണ്ട് എന്ന് പറഞ്ഞു. ഗംഗ ഉപേക്ഷിച്ചു പോയതിന് ശേഷം ശന്തനു മഹാരാജാവ് വലിയ സങ്കടമായിട്ട് അങ്ങനെ കഴിയുമായിരുന്നു. ഗംഗയുടെ വിയോഗത്തിൽ ദുഃഖം ആയിരുന്നു. 32 വർഷം അദ്ദേഹം വിവാഹം കഴിക്കാതെ അങ്ങനെ കഴിഞ്ഞുകൂടി എന്നാണ് പറയണത്. ദേവവ്രതനെ രാജാവായി അഭിഷേകവും ചെയ്തു. അവനെ കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെയും കൂട്ടി പോയി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. അവനെ മഹാരാജാവായി വാഴിച്ചു, അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ ഗംഗാദത്തൻ്റെ കൂടെ ഗംഗാദത്തനെ അഭിഷേകം ചെയ്തതിന് ശേഷം 4 കൊല്ലം പുത്രനുമായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കണ ഒരു ദിവസം യമുനയുടെ തീരത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തോ ഒരു ദിവ്യ സുഗന്ധം, കാറ്റിലിങ്ങനെ ഒരു സുഗന്ധം അനുഭവിച്ചു അദ്ദേഹം. എവിടുന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് മനസ്സിലായതേയില്ല. ആ സുഗന്ധം വരുന്ന ദിക്ക് അന്വേഷിച്ച് അദ്ദേഹം അങ്ങനെ അന്വേഷിച്ച് പോയി. കുറേ കാട്ടിൽ കൂടി ആ യമുനയുടെ തീരത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരിയായിട്ടൊരു കന്യകയെ കണ്ടു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്തോറും ഈ സുഗന്ധം അധികമായിട്ട് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവളിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്ന്. അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ചോദിച്ചു, നീ ആരാ, നീ എന്താ ഇവിടെ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ രാജാവിനെ കണ്ടപ്പോൾ വിനയത്തോടെ പറഞ്ഞു, ഞാൻ ഒരു മുക്കുവ സ്ത്രീയാണ്, വഞ്ചി കടത്തുതോണിയാണ് എൻ്റെ കടത്തുതോണിയിൽ ആൾക്കാരെ കടത്തലാണ് എൻ്റെ ജോലി. ഇവിടുത്തെ മുക്കുവത്തലവൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. പണ്ടും ഇതുപോലെ ഗംഗാതീരത്ത് കൂടി നടക്കുമ്പോഴാണ് ഗംഗ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് വന്നത് മഹാരാജാവിൻ്റെ അടുത്ത്. അന്നും രാജാവ് ഗംഗയെ കണ്ടപ്പോഴേക്കും അനുരാഗ വിവശനായി, അല്ലേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് രാജാവിനുള്ളൊരു കാര്യം. ഇന്നും അതുപോലെ തന്നെ ഈ ദാശകന്യകയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, അനുരാഗം തോന്നി എന്നാണ് പറയണത് കഥയിൽ. അദ്ദേഹം വേഗം അപ്പം തന്നെ ഈ മുക്കുവപ്രമാണിയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. മുക്കുവൻ ബുദ്ധിമാനാണ്. മുക്കുവൻ പറഞ്ഞു, എന്നോട് മകളെ വിവാഹം കഴിച്ചു തരാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ ഐശ്വര്യം, അവൾക്ക് മഹാരാജാവിൻ്റെ പത്നിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇതിൽ പരം ഒരു ബഹുമതിയൊന്നും കിട്ടാനില്ല. പക്ഷേ അങ്ങ് ഒരു ശപഥം ചെയ്യണം. എന്താണ്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മകളെ വിവാഹം കഴിച്ചു തരുള്ളൂ. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവൾക്കുണ്ടാവുന്ന പുത്രനെ അങ്ങ് രാജാവായി അഭിഷേകം ചെയ്യണം. രാജ്യം വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ യുവരാജാവായിട്ട് ദേവവ്രതൻ അവിടെ ഉണ്ട്. യുവരാജാവാണ്. യുവരാജാവിനെ ശരിക്ക് പറഞ്ഞാൽ പിന്നീട് രാജാവ് ആക്കണം. അങ്ങനെയാണല്ലോ നിയമം.
പക്ഷെ അതിന് പാടില്ല എന്നാണ് മുക്കുവൻ പറയണത്. യുവരാജാവായ ദേവാവൃതനെ രാജാവാക്കാൻ പറ്റില്ല. ഈ മുക്കുവത്തിയിലുണ്ടാകുന്ന മകന് വേണം രാജ്യം നൽകാൻ എന്നാണ് മുക്കുവൻ പറയണത്. അത് ശന്തനു മഹാരാജാവിന് അത്ര സമ്മതമായിരുന്നില്ല. പക്ഷെ ഈ മുക്കുവ സ്ത്രീയെ മകളെ വിവാഹം കഴിക്കണം എന്ന് അതിയായ മോഹവും. അങ്ങനെ തിരിച്ചുപോയി, ഒന്നും പറയാതെ തിരിച്ചുപോയി. കൊട്ടാരത്തിൽ ചെന്നിട്ട് ഒരു ദിവസം മകൻ കണ്ടു. മകൻ കുറച്ച് ദിവസമായി അച്ഛനെ ശ്രദ്ധിക്കുന്നു. അച്ഛൻ അങ്ങനെ ഒരു മൗനിയായിട്ട് എന്തോ ഒരു വിഷമം ബാധിച്ച പോലെ മൂകനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛന് കണ്ടാലറിയാം എന്തോ ഒരു വിഷമമുണ്ട് അച്ഛന് എന്ന്. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പോയി. നമ്മളും അങ്ങനെയല്ലേ വിചാരിക്കുക, എന്താണാവോ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും അങ്ങനെ ആരെയെങ്കിലും കണ്ടാൽ, അല്ലേ? പിന്നെയും മാറ്റമില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പോയി ചോദിക്കും എന്താ പറ്റിയത് എന്ന്, അല്ലേ? അങ്ങനെ ദേവവ്രതനും ചെയ്തു. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ച് എന്തോ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, എന്താ അച്ഛൻ്റെ പ്രശ്നം? അച്ഛൻ എന്താണ് ഇത്ര വലിയ ദുഃഖം എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ കുറച്ച് നാളായി ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ കുരു വംശം എന്ന് പറഞ്ഞാൽ വലിയൊരു വംശമാണ്. നീയാണെങ്കിൽ ഒരാളെ സന്താനമായിട്ട് നീ ഒരാളേ ഉള്ളൂ. നീയാണെങ്കിൽ ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കാനൊക്കെ നല്ല പൗരുഷം ഉള്ള ആളാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ അസ്ഥിരമാണല്ലോ, സ്ഥിരതയില്ലാത്തതാണല്ലോ, ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണല്ലോ ലോകം എന്ന് പറയണത്. ഈ ലോകത്തിപ്പോൾ ആർക്ക് എപ്പോൾ എവിടെ എന്ത് സംഭവിക്കും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുമ്പോൾ എന്താ നിന്നെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ചു, നിനക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ നമ്മുടെ വംശത്തിൻ്റെ കഥ എന്താവും എന്നാണ് ഇങ്ങനെ എനിക്കൊരു വിചാരം എന്നൊക്കെ പറഞ്ഞു. എങ്ങും തൊടാതെ ഇങ്ങനെ പറഞ്ഞു, പോയിൻ്റ് പറഞ്ഞില്ല, എങ്ങും തൊടാതെ മറുപടി പറഞ്ഞു. അപ്പോൾ അച്ഛന് വേറെ എന്തോ ഒരു വിഷമവും കൂടി ഉണ്ടല്ലോ എന്ന് മകന് മനസ്സിലായി. മകൻ എന്ത് ചെയ്തു, ഈ ശരിക്കുള്ള കാരണം ഒന്നറിയണം എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ മന്ത്രിമുഖ്യനെ കണ്ടു. അങ്ങ് എന്നോട് തെളിച്ചു പറയണം കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ചു, അച്ഛൻ എന്താണ് പ്രശ്നം? എന്നോട് തെളിച്ചൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അച്ഛൻ ഇതുപോലെ യമുനാ തീരത്ത് വെച്ചിട്ട് ഒരു മുക്കുവ സ്ത്രീയെ കണ്ടു. അച്ഛന് ആ മുക്കുവ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മുക്കുവൻ പറഞ്ഞ വ്യവസ്ഥ അച്ഛന് അംഗീകരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊരു വിചാരം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദേവവ്രതൻ നേരെ മുക്കുവനെ കാണാൻ പോയി. ശന്തനു മഹാരാജാവിന് വേണ്ടി, അച്ഛന് വേണ്ടി ആ മകളെ ആവശ്യപ്പെട്ടു. അപ്പം അപ്പോഴും മുക്കുവൻ പറഞ്ഞു, ശന്തനു മഹാരാജാവ് എല്ലാം കൊണ്ടും എൻ്റെ മകൾക്ക് യോജിച്ച ഭർത്താവാകാൻ യോഗ്യനാണ്. കന്യകയുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ശത്രുത്വം ഉണ്ടാവാൻ അവസരം നൽകുന്നതാണ് ഈ വിവാഹം എന്നാണ് മുക്കുവൻ പറയണത്. അതുകൊണ്ട് അങ്ങ് ആണെങ്കിൽ ദേവവ്രതനോട് പറയുകയാണ്, അങ്ങ് ആണെങ്കിൽ പ്രബലനുമാണ്. എതിരെ നിൽക്കുന്നവൻ ഗന്ധർവനായാലും ദേവനായാലും ഒക്കെ അവന് പിന്നെ എതിർത്താൽ പിന്നെ ആയുസ്സുണ്ടാവില്ല. ദേവവ്രതനോട് അത് ശരിയാണ്, ദേവവ്രതനോട് എതിർത്താൽ പിന്നെ ആർക്കായാലും ആയുസ് ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ആണ് ഞാനിത് പറയണത് എന്നാണ് പറയണത്. എന്നുവെച്ചാൽ
രാജാവാൻ എൻ്റെ മകൻ തന്നെ വേണം എന്ന് പറയണത്. അപ്പോൾ ദേവവ്രതം പറഞ്ഞു, എനിക്ക് സത്യത്തേക്കാൾ വലിയൊരു വ്രതം ഇല്ല. അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ജീവിക്കും. ഈ മകൾക്ക് ജനിക്കുന്ന പുത്രൻ തന്നെ ഞങ്ങളുടെ രാജാവാകും. ഇത് ഞാൻ സത്യം ചെയ്യാണ്. ഈ സത്യത്തിൽ നിന്ന് ഞാൻ ഇനി ഒരിക്കലും പിന്മാറില്ല എന്ന് പറഞ്ഞു. അപ്പം മുക്കുവൻ പറയാണ്, അങ്ങയെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. അങ്ങ് സത്യവ്രതനാണ് എന്ന് എനിക്കറിയാം. അങ്ങ് സത്യസന്ധനാണ്. പക്ഷേ എൻ്റെ ഭയം അങ്ങയ്ക്കുണ്ടാവുന്ന സന്താനത്തെക്കുറിച്ചാണ്. അങ്ങ് കുഴപ്പമില്ല, പക്ഷെ അങ്ങയുടെ പോലെ ആവില്ലല്ലോ അങ്ങയുടെ മക്കള് എന്നാണ് മുക്കുവൻ പറയണത്. എന്നാൽ ദീർഘദർശിയാണ് മുക്കുവൻ. ആ മുക്കുവൻ്റെ ഒരൊറ്റ പിടിവാശിയാണ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കൂ. ആ മുക്കുവൻ്റെ ഒരൊറ്റ പിടിവാശി, അല്ലെങ്കിൽ ഈ ശന്തനു മഹാരാജാവിനാണ് ഈ മുക്കുവ കന്യകയോടുണ്ടായ ഈ അനുരാഗം, അതുമല്ലെങ്കിൽ ആ മുക്കുവൻ്റെ പിടിവാശി, ഈ രണ്ട് കാര്യമാണ് നമ്മുടെ ഈ മഹാഭാരത കഥ ഇങ്ങനെയാവാനുള്ള കാരണം അല്ലേ? അവിടുന്നാണ് മഹാഭാരതത്തിൻ്റെ കഥ അങ്ങോട്ട് വഴിതിരിയണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്, ഇത് വായിക്കുമ്പോഴൊക്കെ, കഥ കേൾക്കുമ്പോഴും ഒക്കെ. എന്തൊക്കെ ദുര്യോഗമാണ് പിന്നീടുണ്ടായത്. സത്യവതിക്ക് ഉണ്ടായ കുട്ടികൾ രണ്ടുപേരും ചെറുപ്പത്തിൽ മരിച്ചുപോയി അല്ലേ? പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ ആ കഥയൊക്കെ. അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ മുക്കുവൻ്റെ പിടിവാശിയും അതുപോലെ മഹാരാജാവിൻ്റെ ഈ കാണുമ്പോൾ തന്നെയുള്ള ആ അനുരാഗം ഇപ്പം തന്നെ കിട്ടണം, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ. ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ മഹാഭാരത കഥയെ വഴിതിരിച്ചു വിട്ടത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഈ ഭീഷ്മർ വിവാഹം കഴിച്ച് ഭീഷ്മരുടെ മക്കൾ ഈ ഭാരതം ഈ ഹസ്തിനപുരയിൽ സന്തോഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ കഥ എങ്ങോട്ട് പോകുമായിരുന്നു? ഒരു കഥയും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ കഥകളുണ്ടാവാൻ വേണ്ടി ഒരു പിടിവാശി, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുക ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അങ്ങനെ മുക്കുവൻ അതും കൂടി പറഞ്ഞ്, ഈ അങ്ങയ്ക്കുണ്ടാവുന്ന മക്കളെക്കുറിച്ചാണ് എനിക്ക് പേടി എന്ന് മുക്കുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവവ്രതന് മുക്കുവൻ്റെ മനസ്സിലായി. അപ്പോൾ ദേവവ്രതൻ അവിടെ വെച്ചിട്ട് ശപഥം ചെയ്തു, ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കും, അവസാനം വരെ ഞാൻ വിവാഹം കഴിക്കില്ല എന്നങ്ങോട്ട് ശപഥം ചെയ്തു. മുക്കുവന് ഭയങ്കര സന്തോഷമായി. ഇത് കേട്ടപ്പോൾ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത്. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, ഭീഷ്മർ എന്ന് പറഞ്ഞിട്ട് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അന്ന് മുതലാണ് അശരീരി വാക്യം കേട്ടു എന്നാണ് പറയുന്നത്. നീ ഭീഷ്മൻ തന്നെയാണ് എന്ന് അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മുതലാണ് ദേവവ്രതൻ അല്ലെങ്കിൽ ഗംഗാദത്തൻ ഭീഷ്മർ എന്ന പേരിൻ്റെ ഉടമയായത്. മുക്കുവൻ എന്തായാലും സന്തോഷത്തോടെ ദേവവ്രതൻ്റെ കൂടെ മകളെ പറഞ്ഞയച്ചു. ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ ശന്തനു മഹാരാജാവിന് വലിയ സന്തോഷമായി. അപ്പോൾ അവനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്നോ, നീ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം മരണം നിന്നെ ബാധിക്കില്ല, നിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മൃത്യു സംഭവിക്കുള്ളൂ എന്നാണ് അന്ന് ശന്തനു മഹാരാജാവ് മകനെ അനുഗ്രഹിച്ചത്. എനിക്ക് മരിക്കണം എന്ന് ഇപ്പോൾ അങ്ങോട്ട് ആഗ്രഹിച്ചാൽ മാത്രമേ മരിക്കുള്ളൂ, എനിക്ക് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കുകയില്ല. അങ്ങനെയാണ് ആ ഒരു അനുഗ്രഹം കൊടുത്തത്. അതുകൊണ്ടാണല്ലോ സ്വച്ഛന്ത മൃത്യു ആണ് ഭീഷ്മർ. അങ്ങനെയാണ് അച്ഛൻ അനുഗ്രഹിച്ചത്. അങ്ങനെ വിധിപ്രകാരം സത്യവതിയെ കല്യാണം കഴിച്ചു. മഹാരാജാവ് കഴിഞ്ഞു. അങ്ങനെ കഴിയണ കാലത്ത് 2 മക്കളുണ്ടായി. അവർക്ക് ചിത്രാംഗദൻ എന്നൊരു മകനും വിചിത്രവീര്യൻ എന്നൊരു മകനും 2 മക്കളുണ്ടായി. ഈ കുട്ടികൾ വലുതാവുന്നതിന് മുമ്പ് തന്നെ, പ്രായം
ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈ ശന്തനു മരിച്ചുപോയി. അച്ഛൻ മരിച്ചപ്പോൾ ഈ സത്യവതിയായിട്ട് ആലോചിച്ചു ഭീഷ്മർ ചിത്രാംഗതനെ രാജാവാക്കി വാഴിച്ചു. അത് സത്യം ചെയ്തതല്ലേ. അങ്ങനെ ഈ ചിത്രാംഗതൻ ഒരിക്കൽ നായാട്ടിന് പോകുമ്പോൾ ചിത്രാംഗതൻ എന്ന് ഉള്ള ഒരു ഗന്ധർവനോട് യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ ആ ചിത്രാംഗതൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യനെ രാജാവാക്കി. വിചിത്രവീര്യൻ ഇങ്ങനെ രാജ്യം ഭരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് വിചിത്രവീര്യന് വിവാഹത്തിന് വേണ്ടി ആലോചന തുടങ്ങിയത്. ആ അവസരത്തിലാണ് കാശി രാജപുത്രിമാരായ അംബിക, അംബാലിക എന്നിവരെ ഭീഷ്മർ മുഷ്കോടെ പിടിച്ച് തേരിലേറ്റി കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ അംബ സാൽവൻ്റെ അടുത്തേക്ക് പോയി. അതുപോലെ അംബികയും അംബാലികയും ആ കുട്ടികളെ വിചിത്രവീര്യൻ വിവാഹം ചെയ്ത് ഈ അംബയ്ക്കും അംബികയ്ക്കും മക്കളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിചിത്രവീര്യനും മരിച്ചു. അപ്പം എന്തായി? വംശം ഭീഷ്മരേ ഉള്ളൂ അവിടെ എന്നായില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ. ഭീഷ്മരേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മകനായിട്ട്. പിന്നീടാണ് വ്യാസനിൽ ഈ അംബയ്ക്കും അംബയ്ക്കല്ല അംബികയ്ക്കും അംബാലികയ്ക്കും ഒക്കെ മക്കളുണ്ടായി. അവിടെ നിന്നാണ് ഭാരതം പാണ്ഡവന്മാരുടെ ജനനവും അതുപോലെ കുരുവംശത്തിലെ മക്കൾ, അങ്ങനെ ആ പരമ്പര പിന്നീട് വരുന്ന പരമ്പര അവിടെ നിന്നാണ്. അംബികയ്ക്കും അംബാലികയ്ക്കും ഉണ്ടാവുന്ന മക്കളാണ് ഈ ധൃതരാഷ്ട്രരും പാണ്ഡുവും അതുപോലെ വിതുരൻ. ദാസിയിലാണ് ദാസിയുടെ മകനാണ് വിതുരൻ. വിതുരനാണ് പിന്നീട് ഇവരുടെയൊക്കെ മന്ത്രിയാവുന്നത്. അതങ്ങനെയാണ് കഥ പോണത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.